തെക്ക് കിഴക്ക് അഗ്നിക്കോണിലാണ് നിങ്ങളുടെ കിച്ചൺ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധികൾ ആ കിച്ചൺ മൂലം ഉണ്ടാവും. ഒരു കാരണവശാലും റെഡ് കളേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കിച്ചൺ അലങ്കരിക്കാതിരിക്കുക. വീടിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്ത് കിച്ചൺ വരണമെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അഗ്നിക്കോണാണ്. ഇപ്പം നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അഗ്നിക്കോണ്. അഗ്നിയുള്ള സ്ഥലത്തല്ലേ അഗ്നി വരേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ എവിടെ വയ്ക്കാം? സൗത്ത് ഈസ്റ്റിൽ വയ്ക്കാം. അഗ്നിക്കോണിൽ കിച്ചൺ വരാം. നിങ്ങളുടെ വീട്ടിൽ തെക്ക് കിഴക്ക് അഗ്നിക്കോണിലാണ് നിങ്ങളുടെ കിച്ചൺ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധികൾ ആ കിച്ചൺ മൂലം ഉണ്ടാവും. ഇനി ആ കിച്ചണിൽ നമുക്ക് എങ്ങനെ അതിനെ ക്രമീകരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗത്ത് ഈസ്റ്റ് മൂലയിൽ ഈസ്റ്റ് നോക്കി നമുക്ക് സ്റ്റൗ വയ്ക്കാം. അതിൻ്റെ സിങ്ക് എന്ന് പറയുന്നത് എവിടെ വെക്കണം? നോർത്ത് ഈസ്റ്റ് കോർണറിൽ. അതായത് നമ്മൾ വാസ്തുവിൽ എങ്ങനെയാണോ ക്രമീകരിക്കുന്നത് അതിൻ്റെ മിനിയേച്ചർ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ തീ കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ കിച്ചൺ കൊണ്ടുവരിക എന്നുള്ളതും, വീടിനെ സംബന്ധിക്കുകയാണെങ്കിൽ ആ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരിക എന്നുള്ളത്. അത് നമ്മൾ ഇതിനകത്തോട്ട് ചുരുങ്ങുമ്പോൾ ആ റൂമിന്റെ തെക്ക് കിഴക്കിൽ സ്റ്റൗ വരികയും അതിന്റെ വടക്ക് കിഴക്കിൽ വെള്ളം കൊണ്ടുവരികയും ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ അതിനെ ക്രമീകരിക്കുക. അടുത്തത്, ഈ സൗത്ത് ഈസ്റ്റിലേക്ക് ഇത് വരുമ്പോൾ ഇതിന്റെ സൗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ അതിന്റെ ഡോറ് സെറ്റ് ചെയ്യുക. സൗത്ത് നിന്ന് പലരും ഈസ്റ്റിലേക്ക് ചെയ്യുന്നുണ്ട്, അത് തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഈ കിച്ചൺ, ഈ സ്റ്റൗവിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കാരണവശാലും ഫ്രിഡ്ജ് പാടില്ല. ഫ്രിഡ്ജ് നമുക്ക് എവിടെ കൊടുക്കാം? നോർത്തിൽ കൊടുക്കാം. നോർത്തിൽ ഇത് കൊടുക്കാം. അടുത്തത്, ഈ കിച്ചണിലേക്ക് നമുക്ക് അകത്തുനിന്ന് കയറാൻ എവിടെ വാതിൽ കൊടുക്കണം? ഇതിന്റെ നോർത്ത് വെസ്റ്റിന്റെ വെസ്റ്റിൽ നിന്ന് കയറുന്ന രീതിയിൽ ആ ഡോർ കൊടുക്കണം. ആ രീതിയിൽ നമ്മൾ കിച്ചനെ ക്രമീകരിക്കണം. കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മെഡിസിൻ, ക്ലോക്ക്, കലണ്ടർ എന്നിവ കിച്ചണിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ പല വീടുകളിലും ഈ ന്യൂസ് പേപ്പറുകൾ വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് സാധനങ്ങൾ വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതും നല്ലതല്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ, പിന്നെ ഒത്തിരി പഴകിയ ടിന്നുകൾ, പാത്രങ്ങൾ, പൊട്ടിയത്, അങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് ഒഴിവാക്കുക. ഒരു കാരണവശാലും റെഡ് കളേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കിച്ചൺ അലങ്കരിക്കാതിരിക്കുക. കിച്ചൺ കബോർഡുകൾ മറ്റൊന്നും റെഡ് കളറുകൾ ഉപയോഗിക്കാതിരിക്കുക. ഈ രീതിയിൽ നിങ്ങൾ കിച്ചനെ ഒന്ന് ക്രമപ്പെടുത്തിയെടുക്കുകയും വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ കിച്ചൺ വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധികളും വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ കിച്ചൺ ഒരു കാരണമാവും. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. 2026 സംബന്ധിച്ചിടത്തോളം നോർത്ത് വെസ്റ്റ് ഭാഗത്ത് 2 എന്ന് പറയുന്നൊരു നക്ഷത്രം നിൽപ്പുണ്ട്. അതൊരു ഇൽനസ് സ്റ്റാർ ആണ്. അതിന് റെമഡി ആയിട്ട് ഒരു 6 മെറ്റൽ കോയിൻസ് ഇങ്ങനെ വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെൽത്ത് ലോസ് തടയാൻ വേണ്ടിയിട്ട് പ്രധാന ഡോറിൻ്റെ ബാക്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു 6 മെറ്റൽ കോയിൻസ് വെക്കാം. അതുപോലെ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാവുന്ന ടൂളുകൾ എന്ന് പറയുന്നത്, ഒന്നൊരു ഇൻഗോട്ട് വെക്കാം, ഒരു സിട്രിൻ്റെ സ്റ്റോൺ വെക്കാം, 2 കോയിൻസ് അവിടെ ഉപയോഗിക്കാം, ബ്രാസും ഗോൾഡും. ഇതൊക്കെ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നല്ല സ്റ്റോണുകളാണ്. അതുപോലെ തന്നെ 5ന്റെ പരിഹാരമായിട്ട് 5 എലമെന്റ് പഗോഡ നമുക്ക് സൗത്തിൽ വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.